എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായം കാലങ്ങളിൽ യാമാരംഭത്തിൽ
ശത്രു ശക്തി ഉയർത്തിടുമ്പോൾ
സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ആലയത്തിന്റെ പ്രത്യേകതയെ നമ്മെ കൊണ്ടുവരുത്തിയല്ലോ. പ്രതിസന്ധികൾ, വിവിധ തരത്തിലുള്ള മാനസിക സംഘർഷാവസ്ഥകളിലൂടെ, വിവിധ ബലഹീനതകളിലൂടെ നാം കടന്നുപോയ വേളകളിൽ മകളിലേക്കുള്ള ഇമ്പമായ ശബ്ദങ്ങൾ കേട്ട് മനസ്സിന് പുറത്തും ധൈര്യവും പ്രാപിച്ചു ഈ പകൽ ബലത്തോടെ ഈ ആലയത്തിനകത്തെ നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ നടത്തിപ്പുകളെ ഓർത്ത് എല്ലാ ദൈവമക്കളും അല്പസ്നേഹത്താൽ സ്തോത്രം ചെയ്താട്ട്. അവൻ നമ്മുടെ പ്രകൃതിയായിരുന്നു. നാം പൊടിയെന്ന് ഓർക്കുന്നവനായ ദൈവമക്കളെ നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് തുണ നിൽക്കുന്നവൻ, നമ്മുടെ ജീവിതാവസ്ഥകളിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നവൻ, ഈ പകലിൽ ആരാധനാലയത്തിനകത്ത് കടന്നു വന്നിട്ടുള്ളത് കൊണ്ട് ആ സാന്നിധ്യം അറിയുന്ന ദൈവമകൾ ഇന്ന് പകൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അല്പസമയ ഹതനങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ്ട്. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എന്റെ ജീവിതത്തിൽ ഇനിയും ലഭിക്കാനുള്ള പ്രാർത്ഥന മറുപടിയുടെ പിന്നിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന് കരം ചലിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോട് അല്പസമയം ദൈവമകൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചാണ്. നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും മറുപടികൾ കിട്ടാതെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയമായി ഈ പകൽ ആരാധനാലയത്തിനകത്ത് വന്നിരിക്കുന്നെങ്കിൽ ആ വിഷയത്തിൽ മേൽ ദൈവത്തിന് വിടുതലിന് കരം നീട്ടേണ്ടതിന് നിന്റെ മുന്നിൽ ഏതെങ്കിലും വഴിയിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിരക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വിടുതലിന് കരം ആ വിഷയത്തിന് മേൽ നീട്ടേണ്ടതിന് വേണ്ടി ദൈവമകൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ആരും മൗനമായി നിൽക്കരുത്. ഈ പകൽ അധരങ്ങളെ തുറന്ന അല്പസമയ ദൈവത്തിൽ സ്തുതിച്ചും സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമകളായിരുന്നാട്ടെ. നമ്മുടെ വാത്സല്യ കർത്താവ് ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിച്ചെങ്കിൽ ഈ പകൽ കടലെടുക്കുവാൻ കഴിയുന്ന ദൈവമക്കൾ, ദൈവത്തിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ, ഇതിന്റെ ഹൃദയം തകർന്ന ദൈവത്തിൽ കടമകൾ വീട്ടുവാൻ ഈ
Hallelujah, hallelujah, hallelujah. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പാട്ടുകാരൻ പാടിയതുപോലെ കണ്ണുനീര് എന്ന് മാറുമോ, വേദനകൾ എന്ന് തീരുമോ? എന്റെ കണ്ണുനീര് എന്ന് മാറും, ഞാൻ അനുഭവിക്കുന്ന വേദന എന്നെ വിട്ടുപോകും എന്ന് സങ്കടത്തോടെ കരയുന്ന ദൈവത്തിന് പൈതലേ, നിന്റെ കണ്ണുനീരിനൊപ്പം നിന്റെ നിലവിളിയെ മാറ്റാൻ ദൈവത്തിന്റെ കരം ബലത്തോടെ നിന്നെ താങ്ങുന്നു എന്ന തിരിച്ചറിവോടെ ദൈവസഭയെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. നമ്മെ വെറുതെ വെച്ചിട്ട് പ്രാർത്ഥനയോട് നിൽക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി ശബ്ദം വരുത്തി പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനാമം ഇന്നലെ വാഴ്ത്തപ്പെട്ട ദൈവത്തിൽ വന്നു എല്ലാവരെയും ഈ ഓരോ ദിവസങ്ങളിലെല്ലാം നമ്മെ ഭദ്രമായി ദേശത്തിൽ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്നതിനോട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എല്ലാവരും യോജിച്ചാൻ കഴിഞ്ഞ ദിവസം വിശ്വാസത്തിൽ വാങ്ങി ഭവനത്തിലെത്തിയിട്ടുണ്ട്. നിങ്ങളിൽ പലരും കടന്നുപോയി കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പലരും ഫോണിലൂടെ വിളിച്ച സേവനമൊക്കെ അന്വേഷിച്ചു എന്ന് പറയാനിടയായിട്ടുണ്ട്. ദൈവങ്ങളുടെ ഈ കൂട്ടായ്മയും സ്നേഹവും സഹകരണവും ഇന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്നും പ്രിയപ്പെട്ടവരെ ഓർത്തതിൽ നമുക്ക് ദൈവം പ്രാർത്ഥിക്കണമെന്ന് വിശ്വാസം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ചിലരെടുത്ത് പല ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചെങ്കിലും ദൈവം ഓരോരുത്തർക്കും നൽകുന്ന വിടുതലുകളിൽ ഓർത്ത് കർത്താവിനെ ശ്രമിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ തമ്മമ്മയും വെച്ച് യോഗത്തിന് കടന്നു വന്നിട്ടുണ്ട്. പൂന്തുരത്തിന് അമ്മയും വെച്ച് സുഖമില്ലാതെ ചില ആഴ്ചകളോളമായി ഭവനത്തിൽ വിശ്രമിക്കുന്നു. ദൈവം എല്ലാവരെയും സൗകര്യം ബലപ്പെടുകയും ചെയ്യട്ടെ എന്ന ദിവസവും പ്രാർത്ഥിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ട സങ്കീർത്തനം കഴിഞ്ഞ ഞായറാഴ്ചയിൽ വായിക്കാനിടയായിരുന്നു. ഇതിൻ്റെ 5-ാമത്തെ വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഏത് കാര്യമായിരുന്നു? എൻ്റെ യൗവനം കഴിവിനെ പോലെ ഒതുങ്ങി വരത്തക്കവണ്ണം അതിനെ വായിക്കെ. അതിനകത്ത് നമ്മളൊരു വാക്കെടുത്തായിരുന്നു, തൃപ്തി വരുത്തുന്നത്, ഇൻക്രീസ്, അബണ്ടൻസ്. ആ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മൾ ചിന്തിക്കാൻ ഇടയായിട്ട് വരുന്നത്. നമുക്ക് അതിനോട് ചേർന്ന് കുറച്ച് കാര്യങ്ങൾ കൂടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ
യഹോവയെ വാഴ്ത്തുകയും അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുകയും അവൻ്റെ ആധിപത്യത്തിൽ സകല സ്ഥലങ്ങളിലുമുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുക. അപ്പം തൃപ്തി വരുത്തുന്നത് അല്ലെങ്കിൽ തൃപ്തി പ്രാപിക്കുന്നത് എങ്ങനെയുള്ള അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ, പിന്നെ അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാർ, പിന്നെ അവന്റെ ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ആധിപത്യം അനുസരിച്ച് കീഴടങ്ങി ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് അവൻ തൃപ്തി വരുത്തുന്ന. എങ്ങനെയായിരിക്കും നമുക്ക് തൃപ്തി വരുത്തുന്നത്? എൻ്റെ യൗവനം കഴിയനെ പോലെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ചോ. നമ്മുടെ തങ്കമണി അമ്മച്ചി, ഇപ്പം നമ്മുടെ ചെല്ലമ്മച്ചി എല്ലാ ദിവസവും വിളിച്ച് നിങ്ങളുടെ രാവിലെ വൈകിട്ടും വിളിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്. രാവിലെ ഞാൻ എഴുന്നേക്കുന്നത് ചെല്ലമ്മച്ചിയുടെ ഫോൺ എനിക്ക് കേട്ടോണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരെയും എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഒക്കെ വിളിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷേമം ആളാമ്പ്രതി അന്വേഷിക്കുന്നത് പ്രത്യേകം പറയണമെന്ന് ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഇടയിൽ ശീലരായിട്ടുള്ള ഇവരൊക്കെ യൗവനം കഴുകനെ പോലെ പുതുക്കി വന്ന് ജീവിക്കുന്നത് ഒന്ന് മനസ്സിലൊന്ന് കണ്ടു നോക്കിക്കേ. സ്വന്തം പറയാൻ തോന്നുന്നില്ല. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്ക വണ്ണം നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ദൈവം നമുക്ക് തൃപ്തി ഇല്ലേ ആർക്കും. നിങ്ങളുടെയൊക്കെ മുഖഭാവവും ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തൃപ്തിയില്ല വാസേ, ഇത് ഉമ്മാനിങ്ങനെ എഴുതി വെച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ നിങ്ങൾ പറയാതെ പറയുന്നു എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ നിങ്ങൾ നോക്കി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബലഹീനാവസ്ഥകളിൽ വീണു പോകാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? അല്ലേ? അറിയാത്ത ഒരു കാര്യം നമ്മൾ താങ്ങി നടത്തിയത് കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ക്ഷീണാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നിങ്ങളെയൊക്കെ ഈ ആരോഗ്യമുള്ളവർ പോലും പെട്ടെന്ന് വീണ് പോകുന്നു. പക്ഷെ നിങ്ങളൊന്നും ആരോഗ്യം ഇല്ലെങ്കിലും ഇങ്ങനെ അതെ ലീലമ്മയുടെ മോദിയ സന്തോഷം കൊണ്ടുവന്നു. എന്തൊരു സന്തോഷമാണ് എനിക്ക്. എൻ്റെ വാസി എത്ര സത്യമായ കാര്യമാണ്. ഒട്ടും ആരോഗ്യം ഇല്ലാതിരുന്നിട്ടും നമ്മൾ വീണ് കിടക്കാതെ ഇരിക്കുന്നത് ദൈവത്തിന്റെ ബലം നമ്മുടെ ബലഹീനതയിൽ വ്യാപരിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നമ്മുടെ ദൈവം നമുക്ക് നന്മ തന്ന് നമ്മെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നാം എന്തെങ്കിലുമൊക്കെ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. അതിന്റെ സന്തോഷവും അതിന്റെ തൃപ്തിയും മാത്രമേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിച്ചു. ഈ യോസേപ്പ് അപ്പന്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചവൻ യോസേപ്പ്. എന്തുകൊണ്ടാണ് യോസേപ്പിനെ അപ്പൻ കൂടുതൽ സ്നേഹിച്ചത്? നിങ്ങൾ അപ്പൻ യോസേപ്പിനെ കൂടുതൽ സ്നേഹിച്ചത് വാർദ്ധക്യത്തില് മകനായതുകൊണ്ടാണ്. അത് മാത്രമാണ് കാരണം. യോസേപ്പ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചായിരുന്നു. യാക്കോബ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികം സ്നേഹിച്ചത് ആരെയായിരുന്നു? ഒരാളെ യാക്കോബ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളൂ. അതാരെയായിരുന്നു? ആ ആളിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എന്ത് കഷ്ടം സഹിക്കാനും യാക്കോബ് തയ്യാറായിരുന്നു. റേച്ചലാണ് റാഹേൽ ഇഷ്ട ഭാര്യയിൽ ജനിച്ച മകനായിരുന്നു. ആര്?
യോസേഫ്. ഈ ഇഷ്ടഭാര്യ ജനിച്ച് 2 മക്കളുണ്ടായിരുന്നു. ആരൊക്കെ? ബെന്യാമീനും യോസേഫും. പക്ഷെ ബെന്യാമീനേക്കാൾ കൂടുതൽ യോസേഫിനെ സ്നേഹിച്ച കാര്യമല്ല. ഇഷ്ടഭാര്യകൾ ഉണ്ടാകില്ല ബെന്യാമീനും യോസേഫും. പക്ഷെ ബെന്യാമീന് കൊടുത്ത സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും പാരിതോഷികങ്ങളും ഒക്കെ കൊടുത്തത് യോസേഫിനാണ്. എന്തുകൊണ്ടാണ്? യോസേഫിന് കിട്ടിയ പരിഗണനയും യോസേഫിന് കിട്ടിയ സ്നേഹവും യോസേഫിന് കിട്ടിയ പാരിതോഷികങ്ങളും ബെന്യാമീന് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മുടെ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു വരും. യോസേഫിന് ഇതെല്ലാം കിട്ടി. 2 പേരും ഒരമ്മയുടെ മക്കളാണ്, ഒരമ്മ പ്രസവിച്ചവരാണ്. പക്ഷെ 2 പേർക്കും ഒരേപോലെ പരിഗണന അപ്പന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? ബെന്യാമീന് ഞാൻ സാധാരണ ഈ പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു പേരുണ്ട്. ബെന്യാമീൻ ആരാ? ബെന്യാമീൻ ഈ ജാതകം നോക്കുന്നവര്, ജാതകം വിശ്വസിക്കുന്നവര് ആരുണ്ട്? ഈ ഞാൻ ഈജിപ്തി ജനിക്കുന്ന സമയത്ത് അഡ്മിറ്റായ ഒരു സഹോദരിയുണ്ട്. ഞാൻ മിക്കവാറും ഈ ഭാഗം വായിക്കുമ്പോൾ അത് ഓർക്കാറുണ്ട്. ആ സ്ത്രീയും ബിനിയും ഏകദേശമൊക്കെ ഒരേ ടൈമിൽ പ്രസവിക്കേണ്ടി വരുന്നത്. അവർ പക്ഷെങ്കിൽ ഒരു ദിവസം നേരത്തെ വയറിൽ കൊച്ചിനെ പുറത്ത്. കാരണം ഈ നേരത്തെ ആ കൊച്ചിൻ്റെ ആ ജാതകം നോക്കിയപ്പോൾ ഈ കൊച്ച് അപ്പൻ്റെ കാലനാണെന്ന് ജാതകത്തിൽ. അപ്പം അപ്പന് ആകാതിരിക്കേണ്ടതിന്റെ കൊച്ചിനെ നേരത്തെ കീറി പുറത്തിട്ടു. അപ്പൊ ബെന്യാമീൻ ആരാ? പിന്നെ നിങ്ങൾ കണ്ടു മിണ്ടാതിരിക്കുന്നു. ഞാൻ ഇത്ര സ്പഷ്ടമായിട്ട് പറഞ്ഞു. അമ്മക്കാരൻ ബെന്യാമീൻ ആരാ? ചില ആൾക്കാർ പറയത്തില്ലേ, ഇപ്പം എന്നെ കൊല്ലാൻ വേണ്ടി, എന്നെ നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചാണ്. അപ്പം ബെന്യാമീൻ അമ്മയെ കൊന്നവനാണ്. അപ്പൊ ഇഷ്ട ഭാര്യയെ മരണപ്പെടാൻ കാരണക്കാരനായവനാരാ? ബെന്യാമീൻ. പറയാനാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പണി. അതുകൊണ്ട് യോസേഫിനേക്കാൾ ബെന്യാമീനെ സ്നേഹിക്കാൻ യാക്കോബിന്റെ മനസ്സ് അനുവദിച്ചു. ഞാനത് പറയാൻ വേണ്ടി അല്ല പറഞ്ഞു. യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്, യാക്കോബ് ഏറ്റവും കൂടുതൽ പാരിതോഷികങ്ങൾ നൽകി, യാക്കോബ് ഏറ്റവും കൂടുതൽ പരിഗണനകൾ നൽകി, വിട്ടുപിരിയാതെ കൂടെ ചേർത്ത് പിടിച്ച ഒരു മനുഷ്യൻ, മകൻ യോസേഫ്. നമ്മുടെ ഈ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ ഈ യോസേഫ് ഒരു നല്ല ഈ കമ്പാരിസൺ ചെയ്യാൻ, താരതമ്യ പഠനം നടത്താൻ പറ്റിയ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തുവുമായിട്ട് യോസേഫ്. പിതാവായ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആരെയാണ്? ഈ പുത്രനായ യേശുക്രിസ്തുവിനെ വേദപുസ്തകം, മലയാളം വേദപുസ്തകത്തിൽ പറയുന്നതിനേക്കാൾ നിങ്ങൾ ഈ NKJV ഉണ്ട്, ന്യൂ വേർഷൻ, KJV ന്യൂ വേർഷൻ. അതിനകത്ത് പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പുത്രൻ എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക വേർഡാണ്. നമ്മൾ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞ ഓമന. ഞാൻ ആ ഭാഗം കഴിഞ്ഞ ദിവസമൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി അടക്കാൻ പറ്റാത്ത സന്തോഷം. അപ്പം ദൈവത്തിന്റെ ഓമന പുത്രൻ, ഓമന കുമാരൻ ആരാ? യേശുക്രിസ്തു. യോസേഫ് യാക്കോബിന്റെ ആരാ? ഓമന കുമാരൻ. അപ്പൊ നോക്കിക്കേ, യോസേഫ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ദൈവത്തിന്റെ ഓമന കുമാരൻ. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. യേശുക്രിസ്തു ഈ യോർദാനിൽ സ്നാനമേറ്റ് ഉയർന്നു വന്നപ്പോൾ സ്വർഗം തുറന്ന് പിതാവായ ദൈവം പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. എന്നതാണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പ്രിയപുത്രൻ. ഇത് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറഞ്ഞ കർത്താവ്. എപ്പോഴാണ് ദൈവം ഈ പേര് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറഞ്ഞു?
എപ്പോഴാ പറഞ്ഞത്? നമ്മളൊക്കെ പറയുന്ന വാക്കൊക്കെ മാറ്റി പറയത്തില്ലേ? ഇപ്പൊ പറയുന്നു. നമ്മളിപ്പോ പറയുന്നത് അടുത്ത മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? മാറ്റി പറയും. പക്ഷെ ദൈവം പറഞ്ഞാൽ മാറ്റി പറയത്തില്ല. ഏകദേശം 2.5 വർഷം കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞ പദം വീണ്ടും ദൈവം ആവർത്തിച്ച് പറഞ്ഞു. മറുരൂപ മലയിൽ വെച്ച് അവിടെ വെച്ച് എന്നാ പറഞ്ഞേ? ഈവൻ എന്റെ പ്രിയപുത്രൻ. അതിനകത്ത് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാം. ദൈവം നിന്നോട് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം മാറ്റി പറയുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവം നിന്നോട് ഒരിക്കലും ഒരു ദൂത് പറഞ്ഞാൽ, ദൈവം നിന്നോട് ഒരിക്കലും ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത് കാലം മാറുന്നതിനനുസരിച്ച്, ഗതി മാറുന്നതിനനുസരിച്ച്, പ്രകൃതിയുടെ മാറ്റം പോലെ മാറ്റി പറയുന്നവനല്ല നമ്മൾ സേവിക്കുന്ന ദൈവം. അവന്റെ വായിൽ ഊവെന്നും ഇല്ല ഇല്ല എന്നുമാണ്. നമ്മളൊക്കെ ദൈവമേ എന്ന് വിളിച്ച് വിട്ടുപിരിയാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത് എന്നോട് പറഞ്ഞ കാര്യത്തിൽ, ആ വിഷയത്തിൽ ദൈവം വിശ്വസ്തത പുലർത്തുന്നത് കൊണ്ടാണ്. അപ്പം ദൈവം ഏറ്റവും കൂടുതൽ പുത്രനെ സ്നേഹിച്ചു. യോസേഫ് ഏറ്റവും കൂടുതൽ യാക്കോബ് ഏറ്റവും കൂടുതൽ യോസേഫിനെ സ്നേഹിച്ചു. ഇനി നിങ്ങൾ മുമ്പോട്ട് വന്ന് നോക്കിക്കേ, യോസേഫിനെ ഏറ്റവും കൂടുതൽ പകച്ചതാണ് സഹോദരന്മാർ. സ്വജാതിയിൽ പെട്ട യോസേഫിനെ വിറ്റതാ ആരാ? സഹോദരന്മാർ. അതിൽ കാശടി മേടിച്ച ആരാ? ശരിയാ, ആരാ? യഹൂദ. കാശടി മേടിച്ചത് യഹൂദ. യേശുവിനെ വിറ്റതാരാ? യൂദ. ഈ യൂദായിക്ക് എബ്രായ ഭാഷയിൽ പറയുന്നത് യഹൂദ. യൂദ. അപ്പൊ യോസേഫിന് എത്ര കാശിനാ പറ്റേ? 20 വെള്ളിക്കാശ്. കാരാഗ്രഹത്തിൽ യോസേഫിനോട് എത്ര പേരുണ്ടായിരുന്നു? യോസേഫ് കിടന്ന ശരി 2 പേര്. ഒരാളെന്ത് ചെയ്തു? ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, ഒരാളോ വിടുവിക്കപ്പെട്ടു. യേശുവിനോട് കൂടെ ക്രൂശിൽ എത്ര പേരുണ്ടായിരുന്നു? 2 പേര്. ഒരാളെന്ത് ചെയ്തു? ശിക്ഷിക്കപ്പെട്ടു. ഒരാളെന്ത് ചെയ്തു? വിടുവിക്കപ്പെട്ടു. ക്രൂശിൽ കിടന്ന കള്ളനോട് കർത്താവ് എന്നാ പറഞ്ഞേ? അടുത്ത ക്രിസ്മസിന് അല്ലെ അടുത്ത ഈസ്റ്ററിന് ഞാൻ നിന്നെ പർദീസയിൽ കൊണ്ടാകുന്നതാണ്. പിന്നെ ഇന്ന് ഇപ്പോ ദൈവമക്കളെ ഞാൻ പറയാം, ഇന്ന് ഇപ്പോ വിടുതൽ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം. ദൈവത്തിന്റെ വിടുതലുകൾ സീസൺ അനുസരിച്ചല്ല. അല്ലെ, നമ്മുടെയൊക്കെ ഈ നാട്ടിൽ സീസൺ അനുസരിച്ച് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പെരുന്നാളുകളുണ്ട്, സീസൺ അനുസരിച്ച്, കാലം ഗതിക്കനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മുടെ ദൈവം സീസൺ അനുസരിച്ച് എപ്പോഴും ദൈവം ഒരു ദൈവപൈതൽ വിടുതൽ ആഗ്രഹിച്ച് ദൈവത്തിന് മുട്ടുമടക്കിയിട്ടുണ്ടോ ആ ദൈവപൈതലിനെ ദൈവം ആദരിക്കാതെ കടന്നു പോകുന്നവനല്ല നമ്മൾ സേവിച്ച് ആരാധിക്കുന്ന ദൈവം. നാളെ അല്ല ദൈവം നിന്നെ വിടുവിക്കുന്നത്, നാളെ അല്ല ദൈവം നിന്നെ ഉയർത്തുന്നത്. നീ എപ്പോൾ ഉയരാൻ ആഗ്രഹിച്ച ദൈവത്തിന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ ആ നിമിഷം ദൈവം തന്നെ കരം നീട്ടി നിന്നെ പിടിച്ചുയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. നാളത്തെ വിടുതലിന് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇന്ന് ഇപ്പോ. കഥ പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷിച്ചിരിക്കും. ദൈവമക്കളെ വിടുതൽ ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ ആ വിടുതൽ നമ്മുടെ കയ്യിലെത്താൻ, കരത്തിലെത്താൻ, ആ വിടുതലിൽ അടുത്ത് നമ്മൾ എത്താൻ തടസ്സമായിരിക്കുന്നത് എന്താ? നമ്മളൊക്കെ ഈ നിങ്ങളെല്ലാം വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തിനാ? ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുന്നത് വേറെ പണിയില്ലാതെയാണ്. ആരാധനയ്ക്ക് വേറൊരു പണിയില്ലാത്തവർ എന്നാൽ പിന്നെ ഹോളിൽ പോയി എല്ലാവരും ഒന്ന് കണ്ട് പാട്ടൊക്കെ ഒന്ന് പാടി ഒന്ന് റിലാക്സ് ചെയ്ത് കടന്നു പോകാമെന്ന് ചിന്തിച്ച് കടന്നു വന്ന ആരെങ്കിലും ഇതിനകത്ത്
ഇനി പോയില്ലെങ്കിൽ, ഇത്രയും നാള് ആരാധനയ്ക്ക് പോയി, ഇന്ന് പോയില്ലെങ്കിൽ അയൽവക്കക്കാര് എന്നോ പറയും എന്ന ആ ചോദ്യം പേടിച്ച് ഇനി ഈ 6 ദിവസം ദൈവം ഒത്തിരി നന്മകളൊക്കെ തന്നു. പോയില്ലെങ്കിൽ നന്ദിയുടെ അങ്ങോട്ട് ചുമ്മാ പോയിട്ട് വരാം എന്ന് ചിന്തിച്ച് വന്നവരാര് ഇതിനകത്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല നമ്മൾ വന്നത്. വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹത്തോട് ദൈവശ്രീ ഇന്ന് വന്നിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എന്റെ പ്രാർത്ഥനയ്ക്ക്, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ മക്കളുടെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന്, ഞാൻ അനുഭവിക്കുന്ന ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റം വരണം. ആ മാറ്റം ആരാധനയിൽ ദൈവം പകർന്നു തരും എന്ന പ്രതീക്ഷയോടെ ദൈവത്തിന് വന്നിരിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? അങ്ങനെ വന്നിരിക്കുന്ന ദൈവമക്കളുടെ ദൈവത്തിന്റെ കൃപയുടെ കരം നീട്ടി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഹൃദയത്തിൽ ബോധ്യമുള്ള ദൈവമക്കൾ ഈ പകൽ പറയണം, കർത്താവേ, നിന്റെ വിടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വിടുതലിന്റെ അടുക്കലേക്ക് എന്നെ എത്തിക്കണമേ. ആ വിടുതലിലേക്ക് ഞാൻ എത്താതിരിക്കാൻ എന്നെ തടയുന്ന പൈശാചിക പോരുകളെ ശാസിച്ച് എനിക്ക് സുഗമമായ വഴിയെ നീ ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഈ പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നുണ്ട്? ക്രൂശിൽ കിടന്ന കാലം പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ മറക്കരുത്. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നത്? ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച്. അബണ്ടൻസ്, സമൃദ്ധി നൽകുന്ന, തൃപ്തിപ്പെടുത്തുന്ന ദൈവം, അതിനെക്കുറിച്ച് പറയാം. ക്രൂശിൽ കിടന്ന കാലം എന്നാ പ്രാർത്ഥിച്ചേ? നീ രാജ്യത്വം പ്രാർത്ഥിച്ചു വരുമ്പോ എന്നെയും വിശാലപ്പെട്ടായിരുന്നു, രക്ഷിക്കപ്പെട്ടായിരുന്നു. പിന്നെ അഭിഷേകം പ്രാർത്ഥിക്കണം, അന്വേഷണം വന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരാധനയ്ക്ക് സംബന്ധിച്ചു നമ്മളെ പോലെ ഒരിക്കലെങ്കിലും ലോകത്തിൽ ഒരു കൂട്ടായ്മയെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തിയായിരുന്നു? ഒന്നും നടത്തിയില്ല. ഒരു കൂട്ടായ്മയ്ക്ക് പോയില്ല, സ്നാനപ്പെട്ടില്ല, അഭിഷേകം പ്രാപിച്ചില്ല. ജീവിതത്തിൽ ഒറ്റ തവണയെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? ദൈവമക്കൾ ഒത്തിരി വലിച്ചുമാറി പ്രാർത്ഥിക്കും. എന്നോട് ഒരിക്കൽ സാധിക്കാൻ പറ്റും, പക്ഷേ എനിക്ക് കണറി കയറി പ്രാർത്ഥിക്കാൻ ഞാനത് ഓരോ കാര്യങ്ങളൊക്കെ അവർ ഞാൻ ആ കാര്യം കണറി കയറിട്ട് പ്രാർത്ഥിക്കാൻ അറിയുന്നത്. നമ്മളൊക്കെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നമ്മളൊക്കെ നിങ്ങളെല്ലാവരും അറിയാം. പലരും പ്രാർത്ഥനയ്ക്കകത്ത് എന്നാ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ ചില ആൾക്കാരുടെ ഒക്കെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കാൻ ഉള്ളിൽ. ചില ആൾക്കാരുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ മനസ്സുകൊണ്ട് ഞാൻ കരയാൻ. നമ്മൾ ആരുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്? ദൈവത്തിന് മുന്നിലാണ്. ആ ദൈവം എങ്ങനെയുള്ളതല്ല? നിങ്ങളിപ്പം ഇരിക്കുന്നത് എവിടെയാണ്? പാതപീഠത്തിൽ. ആ പാതപീഠം എങ്ങനെയുള്ളതാ? എന്തിന്റെ പാതപീഠം? എങ്ങനെയുള്ള പാതപീഠമാണ്? ചുട്ടുപഴുത്ത വെള്ളോടിന് സദൃശ്യമായ പാദം. ആ പൊള്ളൽ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആ പൊള്ളൽ അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചുട്ടുപഴുത്ത വെള്ളോടിന് സദൃശ്യമായ പാദങ്ങൾ ഉള്ളവന്റെ പാദപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന പൊള്ളൽ അനുഭവിക്കുന്ന ദൈവമക്കൾ. ആ പൊള്ളൽ അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ പിന്നെ നേരത്തെ ഈ ടേപ്പ് റെക്കോർഡറുണ്ട്, ടേപ്പ്, അത് പ്ലേ ബട്ടൺ ഒന്ന് ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇപ്പൊ CD ആരും അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇട്ട് പ്ലേ ബട്ടണിനെ ഞെക്കി എന്ത് ചെയ്യും? അതുപോലെയാണ് പലരുടെയും പ്രാർത്ഥന. പാടിച്ച് വെച്ച്
ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ അങ്ങോട്ട്. ദൈവമക്കളെ, ഞാനൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാം. ഈ ഹൃദയം നുറുങ്ങി മനസ്സു തകർന്ന് 10,000 വാക്കുകൾ പറയുന്നതിനേക്കാൾ ഹൃദയ തുറക്കത്തോടുകൂടെ എൻ്റെ ദൈവമേ എന്ന് ചങ്കി തട്ടി പറയുന്ന ഒരു ദൈവവൈദ്യരുണ്ടെങ്കിൽ ആ ദൈവവൈദ്യരുടെ പ്രാർത്ഥനയെ മറികടന്ന് പോകുന്നവനല്ല നമ്മുടെ ദൈവം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് ഹൃദയത്തിൽ തട്ടി പറയണം, ഹൃദയ നുറുക്കത്തോടുകൂടി പറയണം. ഇവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് എന്താ? നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഒന്ന് 10,000 വാക്കൊന്നും പറഞ്ഞില്ല. എന്റെ ഭാഷ പറഞ്ഞാൽ ഈ ഞങ്ങളൊക്കെ പറയുന്ന പോലെ മണിപ്രവാള സാഹിത്യം ഒന്നും പറഞ്ഞില്ല. ഒരു സാഹിത്യം ഇല്ല. പച്ചയായ ഒരു മനുഷ്യന്റെ ഒരു പ്രാർത്ഥന, എന്നോട് എന്നെയും കൂടെ ഒന്ന് ഓർക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല. നമ്മളാണെങ്കിൽ പിന്നെ ക്രൂശി കിടക്കാന്ന് വിചാരിക്കുക. ഞാനും ഉണ്ട്, നമ്മുടെ അച്ഛപ്പച്ചാനും ക്രൂശി കിടക്കുക. സാമിച്ചാൻ ഇങ്ങനെ നടുക്ക് കിടക്കും. പ്രൊമോഷനൊക്കെ ഇങ്ങനെ പ്രാപിച്ച് ഇങ്ങനെ. അപ്പം അച്ഛപ്പച്ചാൻ പറയാം, സാബു നീ ഭയങ്കര വിശുദ്ധനല്ലേ, പിന്നെയും നീ ആദ്യം നിന്നെ ഒന്ന് രക്ഷിക്കും, എന്നിട്ട് എന്റെ കയറും കൂടെ നീ ഒന്ന് അടിച്ചു. അപ്പൊ ഞാൻ പറയാം, ശരി, ഭയങ്കര വിശുദ്ധനല്ലേ, ഞങ്ങളെ കൂടെ ഒന്ന് രക്ഷിക്കും. ഇനി ഭയങ്കര ദൈവകൃപയൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. ഞാനും കൂടെ ഒന്ന്, ഞങ്ങളും കൂടെ ഒന്ന് കാണാം. കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച സാമിച്ചാനെ പരിഹസിച്ചതും വേദനിപ്പിച്ച് കുത്തിയതും കുറേ നേരം കഴിഞ്ഞപ്പോൾ അജപ്പച്ചാൻ ഒരു മനസ്സാവൊക്കെ ഇതിന് എന്നോട് പറയാം, എൻ്റെ മുന്നേ പാസ് ഇങ്ങനെയൊക്കെ പറയാൻ പാടും. പാസ് ചെയ്തതും തെറ്റ്, ഞാനും ചെയ്തത് തെറ്റ്. പക്ഷേ ഈ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാറ്. നമ്മളൊക്കെ ചെയ്തതിന് തക്കവണ്ണം ഇപ്പൊ അനുഭവിക്കുന്നത്. ഇവനാണെങ്കിൽ ഒന്നും ചെയ്തില്ല. ഇതിന്റെ തിരിഞ്ഞ് സാമിച്ചാൻ മോദമൊക്കെ പറയാം. അച്ഛപ്പച്ചനാണെങ്കിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, കള്ളം പറയാതിരുന്ന കാര്യം. സാമിച്ചാനെ പറയാം, നീ ഇവിടുന്ന് പോകുകയല്ലേ, പോകുമ്പോ എന്നെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോകണേ, അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ ഇങ്ങനെ എന്നാ പറഞ്ഞു, ഈ കള്ളൻ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞു, ഓർക്കണമെന്നാണ് പറഞ്ഞു. കാരണം കൊണ്ടുപോകാൻ, അവിടെ എത്തപ്പെടാൻ എന്റെ ജീവിതത്തിൽ ഒരു യോഗ്യതയും എനിക്കില്ല. അവിടെ കാല് കുത്താനുള്ള പവിത്രത എന്റെ ജീവിതത്തിലില്ല. കാരണം ഞാൻ ഇന്നയോളം നന്മയൊന്നും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ തിന്മയല്ലാതെ യാതൊന്നും എന്നിൽ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ എത്തും എന്ന പ്രതീക്ഷ എനിക്കില്ല. അവിടെ എത്താനുള്ള യോഗ്യതയും എനിക്കില്ല. പക്ഷേ ദൈവമേ, നീ എന്നെ ഒന്ന് ഓർത്താൽ ആ ഓർമ്മ മാത്രം മതി, ഞാൻ ചെയ്തു പോയ പാതകങ്ങളെല്ലാം ക്ഷമിക്കപ്പെടാൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര ദൈവമക്കൾ ഇന്ന് പകൽ തയ്യാറാകും? കർത്താവേ, എന്നെ ഓർക്കണമേ. അവിടെ കർത്താവ് പറഞ്ഞത്, നിന്നെ ഓർക്കുക മാത്രമല്ല, ഇന്ന് ഈ നിമിഷം എന്നോട് കൂടെ നീ പർദീസായി ഇരിക്കും. സ്തോത്രം. ദൈവമക്കൾ, വിടുതൽ നാളെയല്ല, വിടുതൽ ഇന്ന്. അടുത്ത ക്രിസ്തുമസിനല്ല ദൈവം വിടുതൽ വരുന്നത്, ഇന്ന്, ഇപ്പോൾ നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഇപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ദൈവസഭയിൽ വീഴ്ത്താൻ നീ തയ്യാറായാൽ, ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം ദൈവത്തിന്റെ വിടുതൽ നിന്നെ തേടി വരും. സ്തോത്രം. അവൻ നിന്നെ വായിക്കുന്ന നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന നാളെയല്ല, ഇന്ന്, ഈ നിമിഷം. ദൈവത്തിന്റെ വിടുതൽ നമ്മെ നിരന്തരം അനുഗമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ വിടുതല് നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ പോകാറുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നമ്മൾ ഇത്രയും നാളൊക്കെ ഈ സ്നാനപ്പെട്ട് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ നമുക്കുണ്ട്.
ഇത്രയും എക്സ്പീരിയൻസ് പ്രാപിച്ച ദൈവമക്കൾ നിത്യതയിലെത്താൻ കഴിയാതെ പോയാൽ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. നമ്മൾ നിത്യതയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, പടിവാതിൽ നിത്യത നമുക്ക് കൈവിട്ടു പോയാൽ, കൈമോശം വന്നാൽ അതുണ്ടാകാതിരിക്കാൻ ദൈവസഭ വരുന്ന ഓരോ നിമിഷവും ദൈവമക്കൾക്ക് അനുതാപത്തിന്റെ ഒരു തുള്ളി കണ്ണുനീര് ദൈവസഭ വീഴ്ത്താൻ കഴിയും. ചില ആൾക്കാരുണ്ട് ഈ ദൈവസഭ വന്നിരുന്നാൽ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ കഴിയാത്ത ഒരു തുള്ളി കണ്ണുനീര് ചിലപ്പോൾ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് ഒക്കെ നോക്കും അല്ലെ, കണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി പിടിച്ച്, എന്നാലും ഒരു തുള്ളി കണ്ണുനീര് പോലും. അതിന് കാരണം എന്നാ? ഹൃദയത്തിനകത്ത് കുത്തലുണ്ടാകുന്നില്ല. ഹൃദയത്തിനകത്ത് കുത്തലുണ്ടാകുന്നില്ല. കത്തലൊക്കെ ഉണ്ടാകും, പക്ഷെ കുത്തലുണ്ടാകുന്നില്ല. ഈ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും കത്തലുണ്ട്, പക്ഷെ കുത്ത്. എത്ര പേർ കുത്തലുണ്ട്? ഈ പാഷന്മാര് ഞാൻ നിങ്ങളെ കുത്തുന്ന കുത്തലിനെ കുത്തൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മനസ്സിനകത്തൊരു നീറ്റൽ, ഒരു പുകച്ചൽ അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. ആ കുത്തലാണ് നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്. ദൈവമക്കൾ, നിങ്ങൾ കത്തുന്നതൊക്കെ നല്ലതാണ്. ആ കത്തല് നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല. നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത് കുത്തലാണ്. കുത്തല് പ്രാപിക്കണം, കുത്തുകൊള്ളണം, വേദന ഉണ്ടാകണം. ആ വേദനയിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴണം. അപ്പോ കർത്താവ് പറയും, പോരെ അങ്ങ് അടുക്കലേക്ക്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും പറയും, എന്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങളെ യാതൊരു തെറ്റും മനഃപൂർവ്വമായി ചെയ്യുന്നത്. മനഃപൂർവ്വമായിട്ട് തെറ്റ് ചെയ്യുന്നത് എന്നെ ആയിരിക്കും. നിങ്ങളാരും മനഃപൂർവ്വമായി തെറ്റ് ചെയ്യാതെ, പിന്നെ മനഃപൂർവ്വം അല്ലാത്ത തെറ്റുകളൊക്കെ ചെയ്യുന്നവരുണ്ടാകും, അത് പോട്ടെ. പക്ഷെ എന്നിട്ടും എന്റെ ജീവിതം ഗതി പിടിക്കുന്നില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ഇരുന്നിട്ടും പരമാവധി വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചിട്ടും പരമാവധി എന്നെ കൊണ്ടാകുന്നിടത്തോളം ദൈവത്തിന് വിശ്വാസത പുലർത്തിയിട്ടും കർത്താവെ ഗതി പിടിക്കാൻ കഴിയാതെ ഞാൻ ഇങ്ങനെ നിരന്തരം താഴെ വീണു പോകുന്നല്ലോ എന്ന് ഭാരപ്പെട്ട് ഇരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഏത് കല്ല് അലക്കിയാൽ നീ നിത്യതയിൽ എത്തുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. നമ്മളിവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ നോക്കുമ്പോ അങ്ങോട്ടാ നോക്കുന്നത്. ഇവിടെ ഇരുന്നോണ്ട് കുഞ്ഞാളെ പറ്റി ഇവിടെ ഇരുന്നോണ്ട് അങ്ങോട്ടാ നോക്കുന്നത്. വീലമ്മ ഇവിടെ ഇരുന്നോണ്ട് അങ്ങോട്ടാ നോക്കുന്നത്. പാസ്റ്റർ വീട്ടിലിരുന്നോണ്ട് അങ്ങോട്ടാ നോക്കുന്നത്. ഇവിടെ ഹോളിൽ വന്നിരുന്നാൽ പാസ്റ്റർ നോക്കും, വീട്ടിലിരുന്നാൽ ആരെ നോക്കും? കേടിയാൻ വീട്ടിൽ ഇരുന്നോണ്ട് ആരെ? തങ്ങമണി. എനിക്ക് നമ്മളൊക്കെ ഈ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നോക്കും, പിന്നെ നമ്മളെക്കാൾ ഉയർച്ചയുള്ളവരെ നോക്കും. ഇതൊരു നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യും. എന്നിട്ട് സ്വയം പറയും, ദൈവത്തെ സേവിച്ചിട്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടായി, എന്ത് നേട്ടമുണ്ടായി ദൈവത്തെ സേവിച്ചിട്ട്. ഒരിക്കലും ബിന്നീഗ്രഹം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അപ്പം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന എല്ലാ
അതിനകത്ത് ദൈവത്തിന് നന്മ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇങ്ങനെ ഈ ബില്ലി ഗ്രഹാം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എഡ്വേർഡ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ എഴുന്നേറ്റ് നിന്നിട്ട് ബില്ലി ഗ്രഹാമിനോട് പറഞ്ഞു, നീ പ്രസംഗിച്ചത് തെറ്റാണ്. ഞാനൊരു നല്ല ദൈവ പൈതലാണ്. എന്റെ അപ്പൻ ഒരു പാസ്റ്ററായിരുന്നു. പരമാവധി വിശ്വസ്തയോടെയാണ് ഞാൻ ഇന്ന് വരെ എൻ്റെ ഈ 39ാമത്തെ വയസ്സ് വരെ ഞാൻ ദൈവത്തെ സേവിച്ചത്. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ആക്സിഡന്റ് വന്ന് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും മരണപ്പെട്ടു. അത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മയാണെന്ന് എങ്ങനെ എനിക്ക് പറയാൻ കഴിയും? പറ്റുമോ? കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ ഭാര്യയും കുഞ്ഞും കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അതെങ്ങനെ നന്മയായി തീരാൻ കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതെങ്ങനെ നന്മയെന്ന് പറയാൻ പറ്റുമോ? ബില്ലി ഗ്രഹാം പറഞ്ഞു, സഹോദര, ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അത് വേദനയാണ്. എന്നാൽ നീ അക്കരെ നിന്നിട്ട് ഇക്കരയിലേക്കൊന്ന് നോക്കിക്കേ, അപ്പോൾ പറയും അത് നന്മയായിരുന്നെന്ന്. നമ്മളൊക്കെ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് നോക്കുന്നവരാണ്. എന്നാൽ അക്കരെ എത്തിയിട്ട് ഇക്കരയിലേക്ക് നോക്ക്, അപ്പോൾ കാണാൻ കഴിയും ദൈവം ഒരിക്കൽ നന്മ എന്തായിരുന്നെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവമക്കളെ, നീ ഏതെങ്കിലും തിന്മ നിന്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഉയരാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, നീ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഉയർച്ച നിന്റെ ജീവിതത്തിൽ നിനക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, അത് ഓർത്ത് കുണ്ഠിതപ്പെടുകയല്ല വേണ്ടത്. അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിന് നന്മ കാണാൻ നീ ശ്രമിക്കേ. അപ്പോൾ പറയും, ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ തൃപ്തി വരുത്തുന്ന ദൈവമാണ്. നമ്മൾ പലപ്പോഴും ഈ എന്റെ അമ്മജി ഞങ്ങളുടെ അടുത്ത് ഒരു മോണി ഉപദേശം ഞാനിവിടെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന്. വളരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിർദോഷിയായ ഒരു ദൈവദാസൻ. നല്ല ഈ WMBയിലെ ഒരു പാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഭാര്യ തങ്കമ്മ ഒരു മുതിപ്പിശാചായ. അദ്ദേഹത്തെ ഇടയ്ക്ക് തല്ലും, നല്ല ചീത്ത വിളിക്കും. ദൈവത്തിന് എന്തിരുന്ന നല്ല അന്യഭാഷ. ഒരു ദിവസം കലങ്ങിയ കണ്ണുകളോട് മുഖമൊക്കെ ഇങ്ങനെ ഒപ്പിക്കൊണ്ട് ഞങ്ങളുടെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ എന്നെ വെള്ളം പറ്റി ഈ ചെല്ലത്തെ പിന്നെ ഈ ഇടിക്കുറ്റിക്കകത്ത് പാക്കും വെറ്റില് പോയി എല്ലാം കൂടെ വെച്ചിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുമ്പോൾ ജോണി ഉദ്ദേശി ഇറങ്ങി വരും. അപ്പൊ ജോണി ഉദ്ദേശി ഇറങ്ങി വരും. എന്നാ ജോണി ഉദ്ദേശി തങ്ങാം പിന്നെയും വടക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ എവിടെ പോവാം? താഴെ തെങ്ങുന്തോപ്പ് കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. തെങ്ങുന്തോപ്പ് പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു കയറി വരുമ്പോൾ ജോണി ഉദ്ദേശിയോട് ചോദിച്ചു, ജോണി ഉദ്ദേശി പ്രാർത്ഥിച്ചോ? കാര്യങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞു. എല്ലാ കാര്യം പറഞ്ഞു. എന്നിട്ട് ദൈവം എന്നാ പറഞ്ഞു? കൊച്ചമ്മേ, എന്റെ അമ്മച്ചി കൊച്ചമ്മേന്നാണ് വിളിക്കുന്നത്. കൊച്ചമ്മേ, കർത്താവ് പറഞ്ഞു ഈ കല്ല് അരക്കിയാല് ഈ തുണി വെളുത്ത് തുടങ്ങും. ദൈവം ജോണി ഉദ്ദേശിയോട് പറഞ്ഞല്ല, ഏത് കല്ല് ഏത് തുണി അലക്കിയാൽ തുണി വെളുക്കുമെന്ന് അലക്കുന്നവൻ അറിയാം. നിന്റെ ജീവിതത്തില് ചില പരിവരുത്ത അനുഭവങ്ങളും, നിന്റെ ജീവിതത്തിന് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും, നിന്റെ ജീവിതത്തിൽ വിട്ടുമാറാത്ത ചില കണ്ണുനീരുകളും, നീ അനുഭവിക്കുന്ന നിന്ദകളും, നീ അനുഭവിക്കുന്ന ചില പരിഹാസങ്ങളും, നീ നിലവിളിക്കുന്ന ചില നിലവിളികളും, ചില അലക്കുകല്ലേലുള്ള അലക്കലാണ്. അത് നിന്റെ നിത്യതയുടെ തുറവകത്ത് നിന്നെ വെടിപ്പോടുകൂടെ നിർമ്മലരായി നിർത്താൻ വേണ്ടി ദൈവം നിന്നെ ശോധന ചെയ്തെടുക്കുന്നതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, കർത്താവേ, ഈ ശോധന എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത് അതെന്റെ നന്മയ്ക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അതെന്റെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നന്മയാ തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ
അടിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ചില മുന തേച്ച് ഒടിച്ചു കളയേണ്ടതായിട്ടുണ്ട്. നീ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാ ദൈവത്തിന്റെ ഈ പാതയിലൂടെ നടത്തുന്നത്. നീ അനുഭവിക്കുന്ന വേദനകളൊക്കെ ദൈവത്തിനെ ശുദ്ധി ചെയ്തെടുക്കുകയാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ഏത് കല്ല് അലക്കിയാൽ നിന്റെ തുണിയിലെ ചെടി പോകുമെന്ന് അലക്കുന്നവന് നന്നായിട്ടറിയാം. നമ്മുടെ സഹോദരന്മാരും തുണി അലക്കുന്ന പോലെ നിങ്ങളൊക്കെ വിചാരിക്കും നിങ്ങൾ തുണി അലക്കുന്ന പോലെയാണ്. നല്ല അലക്കുകാരനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല പരിവരുത്ത കല്ലേരോട്ട് വെച്ച് ശരിക്കും അടിക്കും. ഒരു മയമില്ല. ദൈവം നിന്നെ ഇങ്ങനെ ഒരു മയമില്ലാതെ നിന്നെ അടിക്കുന്നത്, നിന്നെ ഒരു മയമില്ലാതെ ദൈവം നിന്നെ കരയിപ്പിക്കുന്നത് നിന്നെ നശിപ്പിച്ച് കളയാനല്ല, നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കണം. യേശു നിരന്തരം ഗെത്സമനമലയിൽ പ്രാർത്ഥിക്കാൻ പോയത് എല്ലാ ദിവസവും പോയിരുന്നു. എല്ലാ ദിവസവും പകലും മുഴുവൻ ഇങ്ങനെ പ്രസംഗമൊക്കെ നടത്തി രോഗികളൊക്കെ സൗഖ്യമാക്കി സന്ധ്യയാകുമ്പോൾ ശിശുമാരെയെല്ലാം പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് തന്നെ മല കയറി ഗെത്സമനയിൽ എത്തിയിട്ട് ഉടകാലിൽ നിന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരിക്കൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോ രക്തം വിയർപ്പ് പോലെ നിലത്ത് വീണു. ഈ യഹൂദ സമ്പ്രദായം അനുസരിച്ച് ഒലുക വിളവെടുക്കുന്ന സമയത്ത് അത് 7 സ്ഥലത്തിൽ അതിനെ ഉടച്ച് തകർത്ത് കഴിയുമ്പോഴാണ് ശരിക്കും എണ്ണ പുറത്തു വരും. ഈ ഗെത്സമന എന്ന വാക്കിന് അർത്ഥം എന്നാണെന്നറിയാമോ? ഗെത്സമന ഇത്രയും വർഷമായിട്ടും അതിന് അർത്ഥമൊന്നും പഠിച്ചില്ലേ? ഗെത്സമന എന്ന വാക്കിനർത്ഥം ചക്ക്. അപ്പൊ യേശു രക്തം ഏർപ്പാക്കിയത് എവിടെയാണ്? പറ. ഗെത്സമന എന്ന ചില ചക്കിനകത്തൂടെ കേറിപ്പോണം. ചില ചക്കിനകത്ത് നീ ആട്ടപ്പെടണം. ചില ചക്കിനകത്ത് നീ തകർക്കപ്പെടണം. ചില ചക്കിനകത്ത് നീ ഉടയപ്പെടണം. എങ്കില് നല്ല എണ്ണ, തെളിഞ്ഞ എണ്ണ പുറത്തു വരും. ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന കവരവിളക്കിനകത്ത് ഒഴിക്കുന്ന എണ്ണയുടെ പേരെന്താണ്? എങ്ങനെയുള്ള എണ്ണ? ഇടിച്ചെടുത്ത തെളിയുള്ള ഒരു എണ്ണ. അത് എവിടെ ഒഴിക്കാൻ വേണ്ടിയാ? സമാഗമന കൂടാരത്തിനകത്തിരിക്കുന്ന കവരവിളക്ക് അല്ലെങ്കിൽ നിലവിളക്ക് അല്ലെങ്കിൽ തങ്കവിളക്ക്, ഇതിനകത്ത് ഒഴിച്ച് നിരന്തരം ആലയത്തിനകത്ത് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ എണ്ണയാണ്. അപ്പൊ എന്തിനാണ് നിന്നെ ഇങ്ങനെ തകർക്കുന്നത്? നിങ്ങൾ നോക്കി, യേശു കർത്താവ് ഈ ഗെത്സമനയിൽ ഇരുന്ന് മുഴങ്കാലിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആരുടെയൊക്കെ വേദന തോന്നും? എന്റെ തോന്നും, നിങ്ങളുടെ തോന്നും. സകല മാനവജാതിയുടെയും വേദനകളും ഭാരങ്ങളും കർത്താവ് ഏറ്റെടുത്തു. ഈ വേദനയെല്ലാം കൊണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോ കർത്താവിന്റെ ബ്ലഡ് പ്രഷർ ക്രമാതീതമായി ഉയരാൻ തുടങ്ങി. അകത്തെ രക്തധമനികളൊക്കെ വലിഞ്ഞു മുറുകി പൊട്ടി. അകത്ത് ശരീരത്തിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി. ആ ബ്ലീഡിംഗ് രോമകൂപങ്ങളിലൂടെ വേർപ്പ് തുള്ളി കണക്കെ അത് നിലത്തേക്ക് തിറ്റു വീഴാൻ തുടങ്ങി. അപ്പൊ നമ്മൾ നോക്കിക്കേ, യേശു സഹിച്ച ആ വേദന എത്ര കഠോരമായിരുന്നത്, എത്ര ഭീകരമായിരുന്നത്. ബ്ലഡ് പ്രഷർ കൂട്ടത്തക്ക നിലയിൽ ഉള്ള മാനസിക സംഘർഷാവസ്ഥയിലൂടെ ഗെത്സമനയിൽ കടന്നുപോയി കർത്താവ്. അപ്പൊ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ചില സംഘർഷാവസ്ഥകൾ വരുന്നത്, സഹിക്കവയ്യാത്ത ചില വേദനകൾ വരുന്നത് ദൈവം നിന്നെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒരു മണ്ണയായി കത്തിക്കാനാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. നിങ്ങൾ ഈ സമാഗമന കൂടാരത്തിനകത്തേക്ക് കയറി തന്നിട്ട് നിലവിളിക്കിനോട് ചോദിച്ചേ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കത്തി നിൽക്കുന്നത്? അപ്പം ഈ നിലവിളിക്കിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. എന്ത് സാക്ഷ്യം പറയാമോ? ഇപ്പൊ പറഞ്ഞേ.
എന്ത് സാധ്യ പറയാൻ? ചക്കിനകത്ത് എന്നിലേക്ക് പകരപ്പെടാൻ വേണ്ടി തകർന്ന ഒലിവുകായ്കളുണ്ട്. ആ ഒലിവുകായ തകർന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ നിരന്തരം കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ദൈവമക്കളെ, നീനൊക്കെ കത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തകരാൻ നീ മനസ്സ് വെക്കണം. നമുക്കൊക്കെ ഈ ദൈവകൃപയൊക്കെ ഒത്തിരി വേണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവകൃപ വേണമെന്ന് ആഗ്രഹമില്ലാത്ത ആഗ്രഹമുണ്ട്? നല്ല ആഗ്രഹം. പക്ഷെ തകരാൻ നമുക്ക് മനസ്സില്ല. തകരാൻ ഈ മുട്ടങ്ങി വർഗീസ് എന്ന് പറയുന്ന ഈ ഒരു ദേവദാസം അദ്ദേഹം ഒരിക്കൽ ഈ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ജോലിയെല്ലാം രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ സമയം അപ്പം കുടുംബത്തിനകത്ത് ഇച്ചിരി പ്രാരാബ്ദങ്ങളും ഇച്ചിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം പണ്ട് കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകാരൻ കണ്ടപ്പോഴാണ് മുട്ടത്തോടെ ചോദിച്ചത്, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങി, നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ആര് വിടർത്തും, നിനക്ക് ആര് നന്മ തരും, നീ എങ്ങനെ ജീവിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇദ്ദേഹത്തെ ഭയങ്കര സംഘർഷാവസ്ഥയിലേക്ക്, ഭയങ്കര മാനസിക പിരിമുറുക്കം. അതുവരെ വളരെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി എന്തും ഏതുമാകാൻ വേണ്ടി തയ്യാറാണെന്നുള്ള ചിന്തയോടുകൂടെ ധൈര്യത്തോടുകൂടെ നിന്ന മുട്ടങ്ങി വർഗീസ് പെട്ടെന്ന് തിരിച്ച് സഹോദരനോട് മറുപടി ഒന്നും പറയാനില്ലാതെ അദ്ദേഹം വീട്ടിലോട്ട് ബസ് വന്നപ്പോൾ കയറി പോയപ്പോൾ ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ സ്നേഹിതൻ എന്നോട് ചോദിച്ച ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി ഇല്ലാതെ വന്നല്ലോ. അവന് ഞാൻ എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത്? അവൻ പറഞ്ഞതോ വല്ലതും ശരിയാണോ കർത്താവേ? അതിൻ്റെ ശരിതെറ്റുകൾ എനിക്ക് നീ കാണിച്ചു തരണമേ എന്ന് ഈ ബസ്സിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇദ്ദേഹം ഇറങ്ങുന്ന സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് ബസ് പിന്നെ മുമ്പോട്ട് പോയപ്പോഴും ആ പ്രാർത്ഥനയോടെ ആത്മാവിൽ അദ്ദേഹം ബസ്സിൽ ഇരുന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം ഏകപ്പാറ ബസ് സ്റ്റാൻഡിൽ പോയാൽ ഇറങ്ങി അവിടുന്ന് തിരിച്ച് അവിടെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് അന്ന് രാത്രി അദ്ദേഹം ദൈവസേന ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു പേപ്പർ എടുത്തിട്ട്, എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ചിന്താതീതം അതു മനോഹരം, എന്തു സന്തോഷമാം പുതുജീവിതം, സന്താപമേറുവി ലോകേ ഞാനാകിലും സ്വാതന്ത്ര്യം തരും ശുഭം, എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. എന്നിട്ട് അടുത്ത ലൈൻ അറിയാൻ പറഞ്ഞു, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവടിനത്രേ, തന്നീടുമേ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാതെ വണ്ണം, ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം, എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. അത് എന്നാ പറഞ്ഞേ? ദൈവാത്മാവത്തെ എന്നാ പറഞ്ഞേ? ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസ കാഴ്ചവെട്ടിലത്രേ. എന്നിട്ട് ഈ അദ്ദേഹത്തിന്റെ ഈ ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ അദ്ദേഹം ഉപേക്ഷിക്കും. എന്നിട്ട് ദൈവാത്മാവിന്റെ പ്രേരണ അദ്ദേഹം അടുത്ത പാടുന്നുണ്ട്, ആരും വെറുത്താലും ആരും ചെറുത്താലും കാര്യമില്ലെന്നുള്ളം ചൊല്ലുന്നു, കൂടെ മരിപ്പാനും കൂടെ ജീവിപ്പാനും
കനിഞ്ഞ വ്യക്തം ചെയ്തു. കൂട്ടത്തോടെ വിട്ടുപോയെന്നാലും കൂട്ട യേശു എനിക്കുള്ളതാ എന്താനന്ദം. അപ്പൊ ഇദ്ദേഹത്തോടുകൂടെ രക്ഷിക്കപ്പെട്ടവരും ഇദ്ദേഹത്തോടും കൂടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരും ജീവിതത്തിൽ കയ്പിന്റെ അനുഭവങ്ങളും പട്ടിണിയും പരിവട്ടവും വന്ന് കുഞ്ഞുങ്ങളുടെ നിലവിളിയും ഭാര്യയുടെ പിറുവിറുപ്പും കേട്ടിട്ട് ഈ വേല ഇട്ടിട്ട് പോയപ്പോ ഒട്ടകീവരിസ് പറയാ, കൂടെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞവരും ഇട്ടിട്ട് പോയിട്ടും കൂടെ കർത്താവിനോടുകൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ദൈവമക്കളെ ഞാൻ പറഞ്ഞത്, ഏത് കല്ലേൽ നിന്നെ അലക്കിയാൽ നീ വെളുക്കുമെന്ന് അറിയാം കർത്താവിന്. നീ കടന്നു പോകുന്ന പരിശോധന, നീ അനുഭവിക്കുന്ന വേദന, നീ ഒഴുക്കുന്ന കണ്ണുനീര് നിന്നെ ശുദ്ധി ചെയ്തെടുത്ത് നീ എവിടെ അവമതിക്കപ്പെട്ടോ, നീ എവിടെ അപമാനിക്കപ്പെട്ടോ, നീ എവിടെ തരം താഴ്ത്തപ്പെട്ടോ അവിടെ നിന്നെ ആദരിക്കാനാണെന്ന് ദൈവം തിരിച്ചറിയണം. ഇതിപ്പോ കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോ പുട്ടങ്കേറിയസ് അദ്ദേഹത്തിന്റെ സ്നേഹിതനെ വീണ്ടും അതേ ബസ് സ്റ്റാൻഡിൽ, തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച്, ഇതിന്റെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോ ആ സഹോദരനോട് അദ്ദേഹം പറയുക, ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോയിരുമോ? സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനായി കർത്താവമേശുവോടൊത്തു നടക്കുകിൽ നിത്യാനന്ദം ലഭ്യമേ. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. അല്ലെ, പറയാൻ പറ്റിയ മറുപടിയല്ല. നീ എന്ത് കണ്ടിട്ട് ഉള്ള ജോലിയും കളഞ്ഞ് കർത്താവിനെ സേവിക്കാനാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത്? എന്ത് കണ്ടിട്ടാ നീ ഇങ്ങനെ ജീവിക്കുന്നത്? നാളെയുടെ ജീവിതത്തിൽ നിന്റെ തലമുറയെ നീ എങ്ങനെ നടത്തും? നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിക്കാൻ എന്ത് കൊടുക്കും? നിന്റെ ഭാര്യയെ നീ എങ്ങനെ ആശ്വസിപ്പിക്കും എന്ന കുത്തുവാക്ക് പറഞ്ഞ സഹോദരനോട് ഒരു കൃത്യം 2 വർഷം കഴിഞ്ഞ് ദൈവത്തിന്റെ നന്മ പ്രാപിച്ച് ആ നന്മയുടെ നെറുകെ നിൽക്ക് ഈ ദൈവദാസൻ പറഞ്ഞത്. അന്ന് ചോദിച്ചപ്പോ കേറിക്കിടക്കാൻ വീടില്ല, തല ചായ്ക്കാൻ ഒരു ഇടമില്ല, നാളെ എന്ത് കഴിക്കുമെന്ന നിശ്ചയമില്ല. പക്ഷേ കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോ കേറിക്കിടക്കാൻ ദൈവം വീട് കൊടുത്തു. ജീവിക്കാൻ നാളത്തെ അന്നന്നക്ക് മാത്രമല്ല നാളത്തേതും കൂടെ ദൈവം കരുതി വെച്ചു. ആ ദൈവത്തിന്റെ കരുതൽ കാട്ടിയിട്ട് പറയുന്നു, ഈ കർത്താവിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? നിന്റെ യൗവനം കടികനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഈ തൃപ്തി അനുഭവിച്ച എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തിരിപ്പുണ്ട്. ഈ തൃപ്തി നിന്നെ ഇൻക്രീസ് ചെയ്യുന്ന, നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന, നിന്റെ മനസ്സിന് സംതൃപ്തി നൽകി തരുന്ന, നിന്റെ വേദനയിൽ നിനക്ക് ആശ്വാസം നൽകി തരുന്ന, നിന്റെ മുടങ്ങിപ്പോയ നന്മകളെ അത് 10 മടങ്ങാക്കി നിനക്ക് മടക്കി തരാൻ പ്രാപ്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവത്തിന് മുന്നിൽ ഒരിക്കലും ദൈവമക്കൾ സങ്കടപ്പെടരുത്. സന്തോഷത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ, നിരാശ പോകരുത്. പൗലോസ് പറഞ്ഞോ ഈ റോമാലേഖനം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 2-ാം ലേഖനം 5-ാമത്തെ 1-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, ഈ കൂടാരമാകുന്ന ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം സ്വർഗത്തിൽ ഒരുക്കിയിരിക്കും. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോ പറയുന്നത്, 100 നേരത്തേക്കുള്ള
ലഘുവായ കഷ്ടം, അത്യന്തം, അനവധി, തേജസ്സിന്റെ നിത്യത. എത്ര നേരത്തേക്കുള്ള കഷ്ടമാണ്? ശമ്പളയെ പറ്റി നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ഈ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നതാണ്. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം പൗലോസ് അനുഭവിച്ചത്. കള്ള സഹോദരന്മാർ ആപത്തിൽ അകപ്പെടുത്തിയത് പൗലോസ് പറയുന്നില്ല, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടമാണ്. അതാ കള്ള സഹോദരന്മാരാലുള്ള, പിന്നെ ഒന്ന് പുറകെ 40 അടി 3 വട്ടം. ഈ അടി കണ്ടപ്പോഴും പൗലോസ് പറയുന്നില്ല, നൊടി നേരത്തേക്കുള്ള ലഘുവായ വലിയ കട്ടകളും ചൂണ്ടയും ഇരുമ്പാണിയും അസ്ഥി കഷ്ണങ്ങളും ഒക്കെ കോർത്ത് ശരീരത്തിൽ ഇങ്ങനെ കൈ രണ്ട് കയറേൽ ഇങ്ങനെ കെട്ടി പെരുവിരലെ നിർത്തി ഇങ്ങനെ ഓരോ അടി കൊള്ളുമ്പോൾ ഇങ്ങനെ ആ പെരുവിരലെ വട്ടം കറങ്ങി ഇങ്ങോട്ട് വന്ന് അങ്ങനെ 39 അടി 3 പ്രാവശ്യം. അപ്പൊ എത്ര അടി കിട്ടി? 9, പിന്നെ 3, 20. അപ്പൊ എത്രയായി? 111 പ്രാവശ്യം അടി. ഈ ശരീരത്തിൽ ആകപ്പാടെ ഇങ്ങനെ എല്ലാം തൊലിയുമായിരിക്കുന്നൊരു മനുഷ്യൻ ശരീരം ഇങ്ങനെ അടി കൊണ്ട് വൃണം പിടിച്ച് ചോരയൊലിപ്പിച്ച് മാംസമെല്ലാം പറഞ്ഞ് ക്ഷീണിതനായി ബലഹീനത നിൽക്കുന്ന സന്ദർഭത്തിലും പൗലോസ് പറയുക, നൊടി നേരത്തേക്കുള്ള ലഘുമായ. അപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന കഷ്ടമാണ്. നമ്മളെന്താ കഷ്ടം അനുഭവിക്കുന്നത്? നമ്മളെന്താ കഷ്ടം? നമുക്ക് കൂടിപ്പോയ എന്തൊക്കെ കഷ്ടം? ഒരു നടുവേദന വരും, പിന്നെ പലപ്പോഴും ഒരു ഇയർ ബാലൻസിങ് തെറ്റും, പിന്നെ ഇച്ചിരി ഷുഗർ പലപ്പോഴും ഉയരും, ഇച്ചിരി പ്രഷർ ഒന്ന് ഉയരും, പിന്നെ പലപ്പോഴും ഒരു പനി വരും, ചില സാമ്പത്തിക ഞെരുക്കം ഉണ്ടാവും, ചില കടപ്പാടും വരും. ഇതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നതല്ല, നിങ്ങൾ പറയുന്നത് എന്താണ്? ഇതുപോലെ ദൂരം പിടിച്ച മതിയായിരുന്നു. പൗലോസ് പറയുന്നുണ്ടോ, ഇതെല്ലാം അനുഭവിച്ചിട്ട് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ കഷ്ടതയോടെ കടത്തി വിടുന്നത്? അത്യന്തം, അനവധി, തേജസ്സിന്റെ നിത്യഘനത്തിന് വേണ്ടി. ആ ഘനം കണ്ട എത്ര ദൈവങ്ങൾ അത് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് കണ്ണടച്ച് ഹൃദയത്തെ ഏകാഗ്രമാക്കി ഉയരത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. അപ്പൊ പറയും, കർത്താവേ, ഞാൻ കഷ്ടത്തിലായത് എനിക്കേറെ നന്മയായിരുന്നു. നീ ഇവിടെ അനുഭവിച്ച ഓരോ വേദനയ്ക്കും, നീ ഇവിടെ അനുഭവിച്ച ഓരോ പരിഹാസത്തിനും, നീ ഇവിടെ അനുഭവിച്ച ഓരോ നിന്ദകൾക്കും, നീ ഇവിടെ അനുഭവിച്ച ഓരോ നിലവിളികൾക്കും, നീ ഇവിടെ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരുകൾക്കും ദൈവം അവിടെ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവങ്ങൾ പറ, കർത്താവേ, കഷ്ടത വന്നതെന്റെ ജീവിതത്തിൽ നന്മയായിരുന്നു. നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തില് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്, നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തില് നമ്മുടെ ജീവിതത്തിൽ അരുതായ്മകൾ സംഭവിക്കുന്നത്. പക്ഷേ ദൈവമക്കളെ, അതിന്റെ നടുവിലും ദൈവം ഒരുക്കി ഒരു നന്മയുണ്ട്. ഇക്കരെ നിന്ന് അല്ല ദൈവമക്കൾ നോക്കേണ്ടത്, അക്കരെ നിന്ന് നോക്കാൻ പഠിക്കണം. അവിടെ നിന്ന് നോക്കുമ്പോ മുട്ടം ജീവനീശുമ്പോ പാടിയതുപോലെ പാടും, എന്താനന്ദം, എനിക്ക് എന്താനന്ദം, ക്രിസ്തുവിലൂടെയുള്ള വാസം. അത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം.
ഒന്നും കണ്ടിട്ടില്ല. എനിക്ക് ആ പാട്ട് എനിക്ക് ഒന്നാമത് എനിക്ക് പാടാൻ അന്നാമത് എനിക്കിഷ്ടം ഇതുപോലെയൊക്കെയുള്ള പാട്ടുകൾ. ഞാൻ ഈ ഇപ്പോഴത്തെ ഈ പാട്ടുകാരുടെ പാട്ടും എനിക്കിഷ്ടം. പണ്ടാകുമ്പോ ഈ ഒരു പാസ്റ്റർ പാടിയതുപോലെ അല്ലേ, നിങ്ങളൊക്കെ കേട്ടില്ല? എനിക്കതൊക്കെ ഇഷ്ടം. എനിക്കിപ്പോഴത്തെ പാട്ടൊന്നും പാടാനും അറിയത്തില്ല, പാടാനൊക്കെ ഇഷ്ടമില്ല. പക്ഷെ മറ്റേ ഇതുപോലെയൊക്കെയുള്ള പാട്ടുകളൊക്കെ പാടി അറിയുന്നില്ലേ ഞാൻ പാടിയാലും മതി വരത്തില്ല. പക്ഷെ ആ പാട്ടൊക്കെ ഒന്ന് ധ്യാനിച്ച് പാടിയ കാലിന്റെ പെരുവിരലിൽ നിന്ന് ഒരു പെരുപ്പുച്ചിയിലേക്ക് വരും. അത് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിലല്ലാതെ ആ പാട്ടുകളൊന്നും പാടി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തിൽ നിന്നും പ്രാപിച്ച അനുഭവങ്ങൾ ഉണ്ടാകും. അതാ ഈ ദേവദാസൻ പറയും, നിന്ദിച്ച് പരിഹസിച്ചവന്റെ മുന്നിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മയുമായി ആ നന്മയുടെ നിറവുമായിട്ട് മുന്നിൽ ചെന്നവനെ കണ്ണിൽ നോക്കി പറയുന്നത് കണ്ടോ അവസാനത്തെ ലൈനിൽ. ക്രിസ്തീയ ജീവിത മഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ട് പോയിടുമോ? സുസ്ഥിരമല്ലാത്ത ലോകസ്നേഹത്തിനാൽ വ്യർത്ഥരായി തീരുന്നത് എന്തിന്? കർത്താവ് യേശുവിനോടൊത്ത് വസിക്കുകയും എല്ലാം ഭാഗ്യം വ്യർത്ഥമായ ലോകസ്നേഹത്തിന് വേണ്ടി ഈ ദൈവകൃപ വിട്ട് ഞാൻ പ്രാപിച്ച ഈ ആത്മസന്തോഷം വിട്ട് എങ്ങനെ പോകാൻ കഴിയും? എങ്ങനെ പോകും? പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഈ അലക്സാണ്ടറും കൂട്ടുകാരും അല്ലെങ്കിൽ ദേമാസും അവൻ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടിട്ട് പോയി. നിങ്ങളുടെ കൂടെ സ്നാനപ്പെട്ടവർ, നിങ്ങളുടെ കൂടെ അഭിഷേകം പ്രാപിച്ചവർ, നിങ്ങളോടൊപ്പം ആരാധിച്ചവർ, നിങ്ങളോടൊപ്പം ദൈവകൃപ പ്രാപിച്ചവർ, നിങ്ങളോടൊപ്പം അഭിഷേകം പ്രാപിച്ചവർ, അന്യഭാഷ പറഞ്ഞവർ ഒക്കെ ലോകത്തെ സ്നേഹിച്ച് ഇട്ടിട്ട് പോയപ്പോ നിങ്ങളെന്തുകൊണ്ടാ പോകാൻ? നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നു. കർത്താവിന്റെ അടുക്കൽ വന്ന് അപ്പം തിന്നു, രോഗസൗഖ്യം പ്രാപിച്ചു, വിടുതൽ പ്രാപിച്ചു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വീര്യപ്രവൃത്തികൾ കണ്ടു, വയറ് നടത്തി ഭക്ഷണവും കഴിച്ചു. പക്ഷേ അവസാനം പ്രസംഗമൊക്കെ അങ്ങോട്ട് തുടങ്ങി, കാര്യത്തിലേക്ക് കടന്നപ്പോ ഇട്ടു. ഇന്നും ദൈവസഭയിലൊക്കെ ഞാൻ ഒരു 2-3 ആഴ്ച മുമ്പ് ഇത് പ്രത്യേക ആ കാര്യത്തിന് വേണ്ടി ആ ഒരു സഭയിൽ ചെന്നപ്പോ ആ ദേവദാസന് ആദ്യമൊക്കെ ഭയങ്കര ശിശുവിലൊക്കെ പ്രാർത്ഥിച്ച അന്നേരം വിശ്വാസികൾക്ക് രോഗസൗഖ്യം ഉണ്ടാകും, മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടി, നല്ല ദൈവദാസൻ. പക്ഷെ വചനത്തിന്റെ ആഴത്തിലേക്ക് അതേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പലരും വിട്ടുപോകാൻ, ചുവന്നു പോകാൻ. ഇതുപോലെയായിരുന്നു കർത്താവിന്റെ അടുക്കൽ. ആദ്യം അപ്പം കൊടുക്കുന്നതൊക്കെ നല്ലത്, പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുന്നതൊക്കെ നല്ലത്, കൊട്ടരോഗികളെ ശുദ്ധമാക്കുന്നതൊക്കെ നല്ലത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നതൊക്കെ മഹാത്ഭുതം. പക്ഷേ ദൈവവചനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോ ഓരോരുത്തരായിട്ട് വിട്ടുപോകാൻ തുടങ്ങി. അവസാനം എത്ര പേര് ശേഷിച്ചു? 12 പേര്. അപ്പൊ കർത്താവ് ചോദിക്കുക, നിങ്ങൾക്കും അവരോടൊപ്പം. അപ്പൊ എന്നാ പറഞ്ഞേ? കർത്താവേ, നിന്നെ വിട്ടിട്ട് ഞങ്ങള് എവിടെ പോകും? നിത്യജീവന്റെ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വിട്ടുപോകാൻ നിത്യജീവനെ മുറുകെ പിടിച്ച ദൈവമക്കൾക്ക്, ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ പൈതലിന് ഏത് പ്രതിസന്ധികൾ വന്നാലും, എത്ര നേട്ടങ്ങൾ കൈവെള്ളയിൽ വെച്ച് നീട്ടി നിന്നെ മാടി പിടിച്ചാലും നീ ഇട്ടിട്ട് പോകത്തില്ല. അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് കൃപയാ വേണ്ടത്. ഈ കൃപയ്ക്ക് വേണ്ടി ദൈവകൃപയ്ക്ക് വേണ്ടി നഷ്ടം സഹിപ്പാൻ, ദൈവകൃപയ്ക്ക് വേണ്ടി പീഡ അനുഭവിക്കാൻ, ദൈവ സ്നേഹത്തിന് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി ഉപദ്രവ സഹിക്കാൻ തയ്യാറായ ദൈവമക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി
ഉപേക്ഷിക്കാൻ നീ തയ്യാറായ ദൈവം നിനക്ക് മഹത്തരമായത്, മഹത്തരമായി. എന്താനന്ദം അല്ലേ? ആ ആനന്ദം അനുഭവിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ആനന്ദം, പരമാനന്ദം അനുഭവിക്കുന്നത്. ഈ സംഗീതക്കാരൻ ഒരു ദിവസം പറഞ്ഞ കേട്ടോ, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം, നിന്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം ആ സന്തോഷം അനുഭവിക്കാൻ എത്ര ദൈവമക്കൾ. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഒരു നിമിഷം ഇരുന്ന് ഒരു വർഷം കൊണ്ട് നേടാൻ കഴിയുന്നതെല്ലാം അതിനപ്പുറമുള്ള സന്തോഷം ഒരു നിമിഷം കൊണ്ട് എനിക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന ബോധ്യമുള്ള എത്ര ദൈവമക്കൾ. ദൈവമക്കൾ, ഞാനൊരു കാര്യം കൂടെ ഓർപ്പിക്കുക. ഈ പിശാചല്ല നിന്റെ ചരിത്രം എഴുതുന്നത്, ദൈവമാണ് നിന്റെ ചരിത്രം എഴുതുന്നത്. പിശാച് പറയും, സാത്താൻ പറയും, നിന്നെ ഞാൻ തകർത്ത് കളയും, നിന്നെ ഞാൻ ഒടുക്കി കളയുമെന്നൊക്കെ പറയും. പക്ഷെ പിശാചല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഓ അവന്റെ തലയിൽ വരച്ചത് എന്റെ കാലയിൽ അല്ലേ, അല്ലേ? അങ്ങനെ എന്താ പറയുന്നത്, അവന്റെ തലയിൽ വരച്ചത് എന്റെ കാലയിലെങ്കിലും ഒന്ന് വരച്ചായിരുന്നു. പിശാചല്ല. ഈ ഞാൻ ഇതിനിടയ്ക്ക് പറയുന്നത്, ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഹിസ്റ്ററി ഒന്ന് പദം പിരിച്ചു നിർത്തിക്കും. ഹിസ് സ്റ്റോറി. അപ്പൊ അതിന്റെ അർത്ഥം അവന്റെ കഥ. അപ്പൊ നമ്മുടെ കഥ ആരാ എഴുതുന്നത്? പറ. അവനെന്ന് പറഞ്ഞാൽ ലോകത്തിൽ അവൻ എന്ന് പറയാൻ തനിമയുള്ള ഒരാളെ ഉള്ളതാരാണ്? കർത്താവ്. കർത്താവ്. അപ്പം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ആരുടെ കഥയാണ്? കർത്താവിന്റെ കഥയാണ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തെ പണിയുന്നത്, നിന്റെ തലമുറയെ പണിയുന്നത്, നിന്റെ കുടുംബത്തെ പണിയുന്നത്, നിന്റെ ജീവിതത്തെ പണിയുന്നത് കർത്താവ്, അല്ലാതെ പിശാചല്ല. പിശാചല്ല പണിയുന്നത്. പിശാച് പറയുന്നതിന്റെ തലമുറയെ ഞാൻ ഒടുക്കി കളയുമെന്ന്, പിശാച് പറയുന്നതിന്റെ തലമുറയെ ഞാൻ നശിപ്പിച്ച് കളയുമെന്ന്, പിശാച് പറയുന്നതിന്റെ കുടുംബത്തെ ഞാൻ ഛിന്ന ഭിന്നമാക്കുമെന്ന്, പിശാച് പറയുന്നതിന്റെ പേരിനെ ഞാൻ കളങ്കപ്പെടുത്തുമെന്ന്. പക്ഷേ കർത്താവ് തീരുമാനിക്കുന്നത് നിന്റെ കഥ എഴുതാൻ. പിശാചിന്റെ തിരക്കഥയല്ല നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. പിശാച് വിചാരിക്കും അവന്റെ തിരക്കഥ പോലെ നിന്റെ ജീവിതം മുന്നോട്ട് പോകണമെന്ന്. പക്ഷേ ദൈവം പറയും, നീ അല്ല തീരുമാനിക്കുന്നത്, ഇത് എന്റെ രക്തത്തിന്റെ വകയാ, ഞാൻ വേർതിരിച്ച എന്റെ ജനമാണ്, എന്റെ ജനത്തിന്റെ ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത് ഞാനാ. ദൈവമക്കളെ, ഈ എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ വാക്യമുണ്ട്. യേശുക്രിസ്തുവിന്റെ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാണ്. ഈ പുറപ്പാട് ദിവസം നമ്മൾ വായിക്കുമ്പോഴേ 10 പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ അല്ലെങ്കിൽ വിടുതലിന്റെ ദിവസം അടുത്ത സമയത്ത് കർത്താവ് പറഞ്ഞ ഒരു ഗുണമില്ലാത്ത ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് അതിനെ അറുത്ത് അതിൻ്റെ രക്തം എടുത്ത് കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പൂശണം. ഇവരെന്ത് ചെയ്തു? അങ്ങനെ തന്നെ ചെയ്തു. മിസ്രയീം ദേശത്തൊക്കെ സംഹാരകൻ ഇങ്ങനെ വട്ടം ചുറ്റി ആൾക്കാരെ ഇങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ പൊത്തിപ്പറിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം ഇസ്രായേൽ മക്കൾ എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അരക്ക് അര കെട്ടി വടി കയ്യിൽ പിടിച്ച് ചുരുക്കത്തോടെ പുളിപ്പില്ലാത്ത അപ്പം തിന്നോണ്ടിരിക്കുക.
തിന്നു കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ വീടുകളിലും ചെന്ന് ഞങ്ങളെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് ഓരോ വീട്ടിലും കിലോ കണക്കിന് സ്വർണം. എന്നിട്ട് അർദ്ധരാത്രി ആയപ്പോ ഈ ജനങ്ങളെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട്, ഞാൻ എന്റെ ഭാഷ അതുവരെ ഓരി ഇട്ടുകൊണ്ടിരുന്ന പട്ടിയൊക്കെ മിണ്ടാതിരിക്കാറ്. ഒരു പട്ടി പോലും അവിടെ കുരച്ചില്ല. ഒരു സംഹാരകം പോലും മിശ്രയും പാളയത്തിൽ മുഴുവൻ സംഹാരകൻ ഇങ്ങനെ വിജയനൃത്തം ആടി ഓരോരുത്തരും കൊത്തിപ്പറിച്ചോണ്ട് പോകുമ്പോൾ ആ സംഹാരകന്റെ ഇടയിലൂടെ ഈ ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിടുതല പ്രാപിച്ച സ്തോത്രഗാനം പാടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു പട്ടി വരച്ചില്ല, ഒരു സംഹാരകൻ ഇസ്രായേൽ മക്കളെ തൊട്ടില്ല. കാരണം എന്നാ? കുഞ്ഞാടിന്റെ രക്തം. ദൈവമക്കൾ, ഈ രക്തത്തിന്റെ ശക്തി ദൈവമക്കൾ ഇന്ന് മകൾ തിരിച്ചറിഞ്ഞ് ഈ ആലയം വിട്ട് വീട്ടിലൊക്കെ പോകാവൂ. നിനക്കൊരുക്കുന്ന സംരക്ഷണത്തിന്റെ ശക്തി, അതിന്റെ ബലം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ന് മകൾ ദൈവമക്കൾ തിരിച്ചറിഞ്ഞ പോകാവൂ. ഈ രക്തമാണ് നമ്മൾ ഇങ്ങനെ പകഞ്ഞിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ വീടിന് ചുറ്റും ഈ രക്തമാണ് നിന്നെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്തത്തെ മറികടന്ന് ഒരു ആഭിചാരകനും, ഒരു മന്ത്രവാദിക്കും, ഒരു ശകുനവാദിക്കും, ഒരു പാതാള ശക്തിക്കും, ഒരു പിശാചിനും നിന്റെ തലമുറയോ, നിന്റെ നന്മയോ, നിന്റെ ആരോഗ്യത്തെയോ, നിന്റെ ആയുഷിനെയോ, നിനക്കുള്ള ഒന്നിനെ തൊടാൻ കഴിയത്തില്ലെന്ന് ദൈവമക്കൾ അറിയണം. നിന്റെ തലമുറ നിന്റെ അടുത്തില്ലെങ്കിലും അവന് എവിടെയാണോ അവിടെ യേശുവിന്റെ രക്തത്തിന്റെ സംരക്ഷണം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ സംരക്ഷണം എത്ര ശ്രേഷ്ഠകരമാണ്. ഇവിടെ മാത്രമല്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, ഈ നമ്മളെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ പ്രാർത്ഥനയുടെ സംരക്ഷണ വലയം, ഒരു വൈഫൈയുടെ ഈ റേഞ്ച് പോലെ അതിങ്ങനെ അവരെ സംരക്ഷിച്ചുകൊണ്ട് ആ റേഞ്ചിനകത്ത് അവർ എത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ മൊബൈലിന്റെ സിഗ്നൽ റേഞ്ചിനകത്ത് വരുന്നത് പോലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ UK പിന്നെ മസ്കറ്റിലുണ്ട്, പിന്നെ ബഹ്റിനിലുണ്ട്, പിന്നെ ദുബായിലുണ്ട്, സൗദിയിലുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മളിവിടെ മിസ്ബ 15 പടി മിസ്ബാ ഹോളിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന റേഞ്ചിനകത്ത് ആര് എത്തപ്പെടുന്നുണ്ട്? പിന്നെന്തിനാ നമ്മൾ മേടിക്കുന്നത്? ആരാ പിന്നെ അവരെ സംരക്ഷിക്കുന്നത്? യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ ഞാൻ അതുകൊണ്ട് എപ്പോഴും രക്തം ചെയ്യപ്പെടും. എപ്പോഴും പറയാൻ പറ്റും അപ്പോഴൊക്കെ രക്തം ചെയ്യപ്പെടണം. സാധാരണ ലോകത്തിൽ പേടിയുള്ള ഒരു പ്രവാചകനെ പേടി, ഒരു മാസന്മാർ പറയുന്ന വചനത്തെ പേടിയാണ്. പക്ഷെ മാസന്മാർ പറയുന്ന വചനത്തെ ഒന്നും പിശാചിന് പേടിയില്ല. പക്ഷെ രക്തദാനം പറയുന്ന ഒരു ദൈവവൈദ്യനെ പിശാചിന് പേടിയാണ്. പിശാചിന് പേടിയുള്ളത് ഈ രക്തത്തെ മാത്രമേ ഉള്ളൂ. ഈ രക്തത്തിന്റെ ശക്തി അധികമകളിൽ നമുക്ക് തൃപ്തിയില്ല. നമ്മുടെ ജീവിതം ഈ ചിന്ന ഭിന്നമായി പോകാതെ ഇരുന്നത് കർത്താവിന്റെ സംരക്ഷണം എനിക്കും നിനക്കും നിന്റെ വീടിന് നിനക്കുള്ള സകലത്തിനും അധികാരം പറഞ്ഞ് സംരക്ഷണം ഒരുക്കി കാവൽ നിൽക്കുന്നത് കൊണ്ട്. സംഗീതക്കാരൻ പറയുന്നതാണ്, അവന്റെ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല സൈന്യവുമേ യഹോവേ. നിങ്ങൾ ആരുടെ ആധിപത്യത്തിന് കീഴിലാണ്? ആണോ? ഉറപ്പുള്ള ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തുതിച്ച്. ഞാൻ ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നതെന്ന ബോധ്യമുള്ളവർ, അങ്ങനെ ബോധ്യമുള്ള ദൈവമക്കള് ഒരു പിശാചിന് തൊടാൻ പറ്റത്തില്ല. ആധിപത്യം തോളിൽ വഹിക്കുന്നവൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ നമ്മെ ഇങ്ങനെ സംരക്ഷിച്ച് പിടിക്കുമ്പോ, എന്റെയും നിന്റെയും വീടിന് കാവൽ നിൽക്കുമ്പോ ഏത് ചെകുത്താനാ നമ്മുടെ വീട്ടിൽ കയറി വരാൻ കഴിയുന്നത്? ഏത് പോരികൾക്കോ, ഏത് മന്ത്രവാദികൾക്കോ, അവൻ ഓതിവിടുന്ന മന്ത്രങ്ങൾക്കോ, അവൻ ഓതിവിടുന്ന ശകുനത്തിനോ ഒന്നും നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയുന്നു. ഞാൻ ദൈവത്തിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണ് വസിക്കുന്നത്.
യഹോവേ വാഴ്ത്തുവീൻ എൻ മനമേ യഹോവേ. ബാക്കി കാര്യങ്ങൾക്ക് നമുക്ക് അടുത്ത ചിന്തിക്കാം. എത്ര സമയം സാക്ഷ്യത്തിനും പ്രബോധനങ്ങളും അവസരങ്ങൾ നൽകുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുന്നു. കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ കുഞ്ഞാടിന്റെ എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടു